കുട്ടികളിൽ ജീവിതശൈലി രോഗങ്ങൾ വരാതിരിക്കാനും ആരോഗ്യ സംരക്ഷണത്തിനും ഫിറ്റ്നസ് പാർക്ക് നിർമ്മിച്ച് മാതൃകയായി കാസർഗോഡ് ഗവൺമെന്റ് യു.പി. സ്കൂൾ PTA കമ്മിറ്റി. കെട്ടിടങ്ങൾക്കിടയിലെ ചെറിയ സ്ഥലം പ്രയോജനപ്പെടുത്തിയാണ് പാർക്ക് ഒരുക്കിയിരിക്കുന്നത്. വന്ധ്യതാ ചികിത്സാ രംഗത്ത് വിദഗ്ധവും നൈപുണ്യവുമായ പ്രവർത്തനം കാഴ്ചവെച്ചുകൊണ്ട് ഡോക്ടർ ജയലക്ഷ്മി സൂരജിന്റെ നേതൃത്വത്തിലുള്ള ഡ്രീം ഫ്ലവർ IVF സെന്ററിന് കേരളത്തിൽ സ്വീകാര്യത ഏറിവരികയാണ്. ഡ്രീം ഫ്ലവർ IVF സെന്റർ, ബാങ്ക് റോഡ്, കാസർഗോഡ്. സ്ഥലപരിമിതികളിൽ വീർപ്പുമുട്ടുമ്പോഴും കുട്ടികൾക്കായി മാതൃകാ പദ്ധതികൾ ഏറ്റെടുത്ത് ശ്രദ്ധ നേടുകയാണ് കാസർഗോഡ് ഗവൺമെന്റ് യു.പി. സ്കൂൾ. കുട്ടികളിൽ ജീവിതശൈലി രോഗങ്ങൾ വരാതിരിക്കാനും ആരോഗ്യ സംരക്ഷണത്തിനും വ്യായാമത്തിനുമായി ഫിറ്റ്നസ് പാർക്ക് നിർമ്മിച്ചിരിക്കുകയാണ് സ്കൂൾ PTA കമ്മിറ്റി. സ്കൂൾ വികസനത്തിന് ആവശ്യമായ തുക ലഭിക്കാത്ത സാഹചര്യത്തിൽ കഴിഞ്ഞ വർഷം വാർഷികാഘോഷം നടത്തുന്നതിനായി കൂപ്പൺ അച്ചടിച്ച് രക്ഷിതാക്കളുടെ സഹായത്തോടെ വിതരണം ചെയ്ത് ലഭിച്ചതിൽ മിച്ചം വന്ന പണം ഉപയോഗിച്ചാണ് പാർക്ക് ഒരുക്കിയത്. എറണാകുളം ആസ്ഥാനമായ കമ്പനിയാണ് ഉപകരണങ്ങൾ എത്തിച്ചത്. ഇതിനായി 2.57 ലക്ഷം രൂപ ചെലവിട്ടു. നഗരത്തിന്റെ ഹൃദയഭാഗത്തുള്ളതും പതിറ്റാണ്ടുകളുടെ പാരമ്പര്യമുള്ളതുമായ സ്കൂളിന് സ്വന്തമായി മികച്ച കളിസ്ഥലം പോലുമില്ല. കുട്ടികളുടെ കായികശേഷി വർദ്ധിപ്പിക്കാൻ ചെറുതായെങ്കിലും കഴിയുമെങ്കിൽ അതിനുതകുന്ന മാർഗങ്ങൾ തേടുമ്പോഴാണ് PTA കമ്മിറ്റിക്ക് മുന്നിൽ ഫിറ്റ്നസ് പാർക്ക് എന്ന ആശയം ഉടലെടുത്തത്. അടുത്തടുത്തായുള്ള കെട്ടിടങ്ങൾക്കിടയിലെ ചെറിയ സ്ഥലം പ്രയോജനപ്പെടുത്തിയാണ് പാർക്ക് ഒരുക്കിയത്. ഫിറ്റ്നസ് പാർക്ക് പൂർണ്ണ സജ്ജമാകുമ്പോഴേക്കും 3 ലക്ഷത്തോളം രൂപ ചെലവായി. സ്കൂളിലെ അധ്യാപകൻ സുമേഷ് പാർക്കിന് പിൻവശത്തെ മതിലിൽ വിവിധ കായിക ഇനങ്ങളുടെ ചിത്രം കൂടി വരച്ചതോടെ പാർക്കിന്റെ മനോഹാരിതയേറി. ഒഴിവു സമയങ്ങളിൽ കുട്ടികൾക്ക് ശാരീരികോന്മേഷം നൽകുന്നതിനും പാർക്ക് ഉപകരിക്കും. സ്കൂൾ ബസ്സിൽ പോയി വരുന്ന കുട്ടികൾക്ക് രാവിലെയും വൈകിട്ടും ബസ് കാത്തിരിക്കുന്ന നേരവും വ്യായാമത്തിനായി ഉപയോഗിക്കാം. ഇതിനെല്ലാം പുറമെ കുട്ടികളുടെ സുരക്ഷ നിലനിർത്തി ജനലുകൾക്ക് കൊതുകുവല സ്ഥാപിച്ചും PTA ശ്രദ്ധ നേടിയിരുന്നു. കരാട്ടെ ക്ലാസും ആരംഭിച്ചിട്ടുണ്ട്. രക്ഷിതാക്കളുടെയും നാട്ടുകാരുടെയും നഗരസഭയുടെയും അകമഴിഞ്ഞ പിന്തുണയുണ്ടെങ്കിൽ കൂടുതൽ കുട്ടികൾക്ക് ഒരേ സമയം ഉപയോഗിക്കാൻ കഴിയും വിധം പാർക്കിലെ ഉപകരണങ്ങളുടെ എണ്ണം കൂട്ടാനുള്ള തയ്യാറെടുപ്പിലാണ് PTA കമ്മിറ്റിയെന്ന് പ്രസിഡന്റ് റാഷിദ് പൂരണവും പ്രധാനാധ്യാപിക D വിമലകുമാരിയും പറഞ്ഞു. കുട്ടികൾക്ക് കളിക്കാനുള്ള കൂടുതൽ വിശാലമായ ഒരു സൗകര്യമില്ലാത്തതുകൊണ്ട് PTA കമ്മിറ്റി ആലോചിച്ചതാണ് ഇങ്ങനെ ഒരു ഫിറ്റ്നസ് പാർക്ക് ഏർപ്പെടുത്തണമെന്ന്. അത് കഴിഞ്ഞ പ്രാവശ്യം വാർഷികവുമായി ബന്ധപ്പെട്ട് സ്കൂൾ PTA കമ്മിറ്റി ഒരു കൂപ്പൺ അടിച്ചിരുന്നു. കുട്ടികൾ രക്ഷിതാക്കളോടും സഹകരിച്ചിട്ട് ഒരു കൂപ്പൺ അടിച്ചിരുന്നു. അതിന് കിട്ടിയ ഫണ്ട് ഉപയോഗിച്ചിട്ടാണ് ഇത്രയും വിശാലമായൊരു ഫിറ്റ്നസ് പാർക്ക് ഇവിടെ ഞങ്ങൾ തുടക്കം കുറിക്കുന്നത്. അപ്പോൾ അത് ഇനിയും മുമ്പോട്ട് ഇത് വിപുലമാക്കാനാണ് PTA കമ്മിറ്റി തീരുമാനിച്ചിട്ട് ആവശ്യമാണ്. ഇനിയുള്ള മറ്റുള്ള സാധനങ്ങളെല്ലാം ഫിറ്റ്നസ്സിന് ആവശ്യമായ മറ്റു സാധനങ്ങൾ ഇപ്പോൾ ഏകദേശം ഒരു 5 ഐറ്റംസ് മാത്രമാണ് കൊണ്ടിട്ടുള്ളത്. കൂടുതലായ എല്ലാ ഐറ്റംസുകൾ കൊണ്ടുവരണമെന്നാണ് PTA കമ്മിറ്റിക്ക് ആഗ്രഹമുള്ളത്. അത് രക്ഷിതാക്കളുടെയും നാട്ടുകാരുടെ എല്ലാവരുടെ സഹകരണത്തോടു കൂടി അത് യഥാർത്ഥമാകും എന്ന് തന്നെയാണ് ഞങ്ങളുടെ വിശ്വാസം. ന്യൂസ് ബ്യൂറോ, കാസർഗോഡ്.